ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ട്രിപ്പ് വിത്ത് ഷിനിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഒരു സൂപ്പർ സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നേക്കണം. നമ്മുടെ വീഡിയോൻ്റെയൊക്കെ ക്വാളിറ്റി ഒന്നും കൂടി എൻലാർജ് ചെയ്യാനായിട്ട്, ഒരു സ്റ്റെബിലൈസിങ് മാനർ കൊണ്ടുവരാനായിട്ട് ഞാനൊരു പുതിയൊരു ക്യാമറ മേടിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകണം. സംഭവം വേറെ ഒന്നുമല്ല, ഒരു ഗോപ്രോ തന്നെയാണ്. ഗോപ്രോ ശരിക്കും ഞാൻ എൻ്റെ വീഡിയോ കരിയർ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു പരിപാടി തുടങ്ങുന്ന സമയത്ത് ഞാൻ മേടിച്ചത് ഒരു ഗോപ്രോ ആയിരുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഗോപ്രോ. ഇത് ഗോപ്രോ 7 ആണ്. ഗോപ്രോ 7 ഇതാ എന്തോരം ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത ഒരു ക്യാമറയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റെബിലൈസേഷനാണ്. നമ്മളെങ്ങനെ ഓടിയാലും ചാടിയാലൊക്കെ നമ്മളെടുക്കുന്ന ഫൂട്ടേജിന് യാതൊരു എന്താണ് അനക്കവും സംഭവിക്കാത്ത ലെവലിലുള്ള ഇതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഗോപ്രോ 7. ഗോപ്രോ 7ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സംഭവം വർക്കിംഗ് അല്ല. നമ്മളിത് ബാറ്ററി ഇട്ട് ഓണാക്കിയാലും ഇതിങ്ങനെ ജസ്റ്റ് ഓണാവും, പക്ഷേ വർക്കാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് കണ്ട, ഇതിപ്പോൾ ഞാൻ കുറേ നാളായി ഉപയോഗിക്കാത്തത്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ടേജ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാനൻ M50 ആണ്. നല്ല ക്യാമറയാണ്, നല്ല അടിപൊളി വ്ളോഗിങ് ക്യാമറയാണ്. അതുപോലെ തന്നെ 15-45mm ലെൻസൊക്കെ ഉള്ള നല്ലൊരു ക്യാമറയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഷ്വലായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വല്ല എന്താണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ഗോപ്രോ ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യും, സ്റ്റെബിലൈസിങ് ആണ്, നല്ല ക്ലാരിറ്റിയാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഗോപ്രോയും കൂടി മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ക്യാമറ, ഒരു പോഡ്കാസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 ക്യാമറ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണം. വ്യൂസൊക്കെ കുറവാണ്, എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാനുണ്ടല്ലേ. ഇത് ഗോപ്രോ 7 ബ്ലാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഗോപ്രോ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ഗോപ്രോ നമ്മളെടുത്ത് മാറ്റി വയ്ക്കണം. ഓക്കെ, നമ്മൾ പഴയ ഗോപ്രോ മാറ്റി വയ്ക്കണം. അപ്പോൾ പുതിയ ഗോപ്രോൻ്റെ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 43,000 രൂപയാണ് നമ്മൾ ഈ ഗോപ്രോ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗോപ്രോ 13 ബ്ലാക്കാണ് നമ്മൾ മേടിച്ചേക്കണത്. ഗോപ്രോ 13 ബ്ലാക്ക്. അപ്പോൾ ഇപ്പോൾ വരുന്നത് നല്ല രസമായിട്ടാണ് കണ്ടത്. ഇങ്ങനത്തെ ഒരു കേസിലൊക്കെയാണ് സംഭവം വരണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു കവറാണ്, കേസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ വാറണ്ടി ഉള്ള ഒരു കേസാണ്. വളരെ നല്ല ഒരു ഗോപ്രോ എന്നുള്ള ആ എംബ്ലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ലെവലിലാണ് ഈ സംഭവം ഇപ്പോൾ അറേഞ്ച് ചെയ്തേക്കണം. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, നമ്മൾ തുറക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ്. ഈ കേസ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗോപ്രോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗോപ്രോൻ്റെ ഗിംബൽ ഇതാണ്. ഓക്കെ, ഈ ഗിംബലിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ ഗിംബലിന് അടിയിലൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നു. ഈ ഗിംബലിന് ആ ഒരു സ്റ്റാൻഡില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള നന്നായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ മുമ്പത്തെ ഗിംബലിന് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്ത് പോലെ വെക്കുന്നൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി തള്ളി വെക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തേക്കണം. ഇവിടെ ഗോപ്രോ എന്നുള്ള ആ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബൽ. ഓക്കെ, ഈ ഗിംബൽ പിന്നെ നീട്ടയും വലിക്കാൻ കുറയ്ക്കാൻ പറ്റാത്ത ഒരു ഗിംബലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ക്യാമറ. ഓക്കെ, ക്യാമറ അതേ വരുന്നു. ക്യാമറ ഇങ്ങനെ പോരാൻ ഭയങ്കര പ്രയാസമുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറ അതേ ഇങ്ങനെയൊക്കെ നന്നായിട്ട് പാക്കൊക്കെ ചെയ്ത് ഇതുമേൽ സീൽഡ് ആയിട്ടാണ് വന്നേക്കണം. അപ്പോൾ യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റഡ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ് എന്ന് പറഞ്ഞാണ് കാണിച്ചേക്കണം. അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ക്യാമറ പിടിപ്പിക്കാനുള്ള മോൾഡ്, ഈ മോൾഡ് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. പൊട്ടിച്ച് നോക്കിയാലാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ ക്യാമറ എങ്ങനെയാണ് പിടിപ്പിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാമറ പിടിപ്പിക്കാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോഞ്ഞില്ല. അപ്പോൾ നമ്മളിങ്ങനെ കീറി പൊട്ടിച്ചെടുക്കണം. അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങനെയാണ് ക്യാമറയുടെ ഒരു സംഭവം വന്നിട്ട്. അതെ ഇവിടെ കണ്ട ക്യാമറ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം കൂടെ ഉണ്ട്. ഇത് പണ്ടത്തെ പോലെ അല്ല, വേറൊരു വെറൈറ്റി സംഭവം. ഇത് ഇനി ഇവിടെ ഉണ്ടതേ ഇതിന്മേലോട്ട് കാണുന്നുണ്ടോ? ഇതിന്മേലോട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് കണ്ട, ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ആ സ്ക്രൂ എവിടെയാണ്? സ്ക്രൂ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, കണ്ട, ഇതിന്മേലോട്ട് കയറ്റിയിട്ട് നമുക്കിത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ യെസ്. ഓക്കെ, അപ്പോൾ ക്യാമറ സെറ്റായി. കണ്ട, കാണുന്നില്ലേ? അപ്പോൾ ക്യാമറ ഇങ്ങനെയാണ് വന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ GoPro ക്യാമറ. ഓക്കെ, ഇനി ഇത് അപ്ഡേറ്റ് ചെയ്യണം കാര്യമൊക്കെ നോക്കാം. പിന്നെ 2 ബാറ്ററിയാണ് വന്നത്, 2 ബാറ്ററി ഉണ്ട്. പിന്നെ ചാർജിങ് ഇതുമ്പോൾ തന്നെ കൊളുത്തിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റിയിട്ട് ചാർജ് ചെയ്യുന്ന പരിപാടിയാണ് നോക്കും. അപ്പോൾ ഇതാണ് GoProൻ്റെ പുറകുവശം വന്നത്. ഇവിടെയാണ് സ്ക്രീൻ വന്നത്. ഇനി ഇവിടെ ഫ്രണ്ടിൽ പണ്ട് എന്താണ് 7 ഫ്രണ്ടിൽ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല, ഈ ഒരു ക്യാമറയുടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു 8 തുടങ്ങിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലും ബാക്കിലും സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro 13. ഓക്കെ, ഇനി ഇതൊന്ന് മോൾഡും മേലോട്ട് കയറ്റുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഇതാണ് നമ്മുടെ മോൾഡ്. അപ്പോൾ ഈ സംഭവം ഒന്ന് പൊക്കണം, കണ്ട ഈ സംഭവം ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ പൊക്കി കഴിയാൻ നേരത്ത് ഇതിങ്ങനെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ കയറും. യെസ്, അപ്പോൾ പണിയൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ GoPro നമ്മുടെ ഗിംബലിന്മേൽ കറക്റ്റായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പോകാനായിട്ടൊക്കെ സുഖമാണ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമുക്കത് ബാറ്ററി ഇടാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കേട്ടോ, ഈ സൈഡിലാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മളിതിങ്ങനെ പുഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് ബാറ്ററി ഇടാനുള്ള ഒരു ഓപ്ഷൻ വന്നത്, ഈ ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ ബാറ്ററി ഇടാം. ഓക്കെ, നമുക്കൊരു ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ബാറ്ററി ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ GoProന് 2 ബാറ്ററി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പഴയ GoProൻ്റെ ബാറ്ററിയാണ്. ഇതാണ് പഴയ GoProൻ്റെ ബാറ്ററി. ഓക്കെ, പഴയ GoProൻ്റെ ബാറ്ററിയും ഈ GoProൻ്റെ ബാറ്ററിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റൊരു ഭയങ്കര ചെറുതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റിലുള്ളത് പഴയ GoProയും ഇത് പുതിയ GoProയും. അപ്പോൾ ഈ GoProന് നല്ല എന്താണ് കട്ടിയുള്ള കുറച്ചും കൂടി വലിയ ഒരു ഇതാണ് ഒരു ബാറ്ററിയാണ്. ഓക്കെ, ഇനി അതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് SD കാർഡ് ഇടണം. SD കാർഡ് ഇവർ ഫ്രീ ആയിട്ട് തരും എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അത് ഓക്കെ SD കാർഡ് ഇവിടെ ഉണ്ട് കേട്ടോ. SD കാർഡ് ഇവർ തന്നിട്ടുണ്ട്. എത്രേൻ്റെയാണ്? 64 GB SD കാർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, സാൻഡിസ്കിൻ്റെ ആണ്. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പണാക്കി. ഇനി ഇവിടെ പവർ ഇവിടെയാണ്. അപ്പോൾ പവർ മറ്റേതൊക്കെ ഉള്ളതുപോലെ തന്നെ പവർ ഈ സൈഡിലാണ്. അങ്ങനെ പവർ ഒന്ന് ഓണാക്കി നോക്കാം. സംഭവം ഓണാവുന്നുണ്ട്. യെസ്, GoPro അപ്ഡേറ്റ് ആവുന്നു. ഓക്കെ, GoPro 13 ബ്ലാക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണെന്ന് നോക്കട്ടെ. ഇംഗ്ലീഷ്. ഓക്കെ, ഇതിപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ബൈ യൂസിങ് ദിസ് GoPro എഗ്രി ദ ടേംസ് ഓഫ് അവൈലബിൾ ആയിട്ട് GoPro എഗ്രി കൊടുക്കുക. GPS enable awesome features for your video including optional data overlays. Okay, turn on to control your camera using your voice. എല്ലാം ഓൺ കൊടുക്കാം. നോക്കാം. വോയിസ് കൺട്രോൾ ലാംഗ്വേജ് സെറ്റ് ടു ഇംഗ്ലീഷ്. ഓക്കെ, കൺഫേം. SD കാർഡ് ചെക്കിങ്. SD കാർഡ് ഇല്ല, അപ്പോൾ SD കാർഡ് ഇടണം. ബാറ്ററി 20% ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ GoPro നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം എന്നെ കാണുന്നുണ്ട് കണ്ട. അപ്പോൾ നമ്മുടെ GoPro നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിനകത്ത് ഇനി വീഡിയോ എടുക്കാം. അപ്പോൾ ഇത് GoPro സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് അവർ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയ GoPro ക്യുക്ക് ക്യുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലാക്ക് ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് അക്കൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ നമ്മോട് GoPro സെറ്റ് ചെയ്യാം എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ GoProയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് അപ്ഡേറ്റ് ആവും. പിന്നെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തിപ്പോൾ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് നമ്മുടെ ഈ ഗിംബൽ ഈ ഒരു ഗിംബലാണ്. എനിക്കൊന്ന് ഞാനത് ചൂസ് ചെയ്തപ്പോൾ ഈ ഗിംബലായി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഗിംബലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പുതിയത് മേടിക്കണം. പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്താണ് ബാറ്ററി 2 ബാറ്ററി ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യണത് ഇപ്പോൾ ഇതിനകത്തേക്ക് കൂടി കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു ഇത് മേടിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എടുത്തേക്കണ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര രസമുണ്ട്. ഇത് പണ്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഭയങ്കര സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഭയങ്കര രസമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ഉണ്ട്. നമ്മുടെ ക്യാമറയിൽ ഇപ്പോൾ ഇത് ഇനി എന്തൊക്കെ ഷെയ്ക്ക് ചെയ്താലും സൂപ്പർ സ്റ്റെബിലൈസേഷനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ ഈ ലെവലിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റെബിലൈസിങ് മാനർ ഉണ്ടാവില്ല. അതിങ്ങനെ കിടന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു GoPro ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക
പക്ക സ്റ്റെബിലൈസേഷനാണ്, ഒരു രക്ഷയില്ല, കിഡിലൻ സ്റ്റെബിലൈസേഷനാണ്. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസേഷനാണ് നമ്മളിവിടെ ഈ ഗോപ്രോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ GoPro 7 ഉണ്ടായപ്പോൾ നമുക്കുണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നില്ല, ഈ ഫ്രണ്ടിലത്തെ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറ മേടിച്ചത്, ഈ ക്യാമറ മേടിക്കുമ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ GoPro 13 അല്ലെങ്കിൽ GoPro 8 തുടങ്ങിയിട്ട് ആ ഒരു സ്ക്രീൻ ഉണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്കിതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ GoProൻ്റെ കുറച്ച് വീഡിയോസാണ് നമ്മളിനി കാണിക്കാൻ പോകണം. ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ഓഫ് ട്രിപ്പ് വിത്ത് ഷിരിയൽ. ഗൈസ്, അപ്പോൾ അതേ നമ്മൾ പുതിയ GoProയിൽ എടുക്കുന്ന നമ്മുടെ വീഡിയോസാണ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈക്കിൾ ഓട്ടുമ്പോൾ ഇത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് എടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ, നമ്മുടെ ഈ Canon M50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് ഇപ്പോൾ ഇതൊരു ഭയങ്കര ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് കാലത്തൊക്കെ അതിനൊരു റെസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഈ ക്യാമറ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ പഴയ GoPro ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പഴയ GoPro, ഏറ്റവും ആദ്യം മേടിച്ച GoPro 7 ആണ് ഈ കാണുന്നത്. GoPro 7 ഏകദേശം തീരുമാനമായി അല്ലേ, ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് തീരുമാനമായി. ഓക്കെ,